നിങ്ങളുടെ ജീവിതം കൈകാര്യം ചെയ്യാൻ പഠിക്കാതെ തൊഴിൽ മാത്രം നേടാൻ പഠിച്ചു എന്ന് തോന്നുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫോക്കസ്. അതിനെന്താണ് ഒരു പരിഹാരം? കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ലൈഫ് ഡിഗ്രി. ലൈഫ് ഡിഗ്രി പ്രിപ്പയർസ് us not just for work but for life mastery. പാറ്റേൺ ഷിഫ്റ്റ് എന്നുള്ള അധ്യായത്തിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ലൈഫ് ഡിഗ്രി എന്നുള്ള വിഷയത്തെ കുറിച്ചാണ്. എന്താണ് ലൈഫ് ഡിഗ്രി? അക്കാഡമിക് ഡിഗ്രിയും ലൈഫ് ഡിഗ്രിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്തുകൊണ്ട് ലൈഫ് ഡിഗ്രി പ്രധാനമാണ്? ഈ കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. നോക്കാം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഈ ജീവിതത്തില് നമ്മൾ പഠിക്കേണ്ടുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലേ. ജനിച്ചു വീഴുന്ന ഓരോ ജീവിക്കും അതിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചുള്ള ആന്തരിക ചോദന, അടിസ്ഥാന ശേഷികൾ, അടിസ്ഥാന അറിവുകൾ ഉണ്ടായിരിക്കും. അതോടുകൂടിയാണ് വരിക. പക്ഷെ അത് ജനിച്ചു വീഴുന്ന പശ്ചാത്തലത്തിനനുസരിച്ച് അത് അഡാപ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് പരിവർത്തനം സംഭവിച്ച് കൊണ്ടാണ് അതിന്റെ പരിസരത്ത് ജീവിക്കാനുള്ള ഒരു പാകത്തിലേക്ക് വരിക. അപ്പൊ തുടക്കത്തില് ആ അടിസ്ഥാന ഫാക്കൽറ്റികൾ മാത്രമേ, ശേഷികൾ, ആന്തരിക ശേഷികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ശേഷികൾ വെളിപ്പെടുക പോലുമില്ല. ആ ശേഷികൾ വെളിയിലേക്ക് വന്ന് പുറം ലോകമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അതിലൂടെ ഡെവലപ്പ് ചെയ്ത് വരേണ്ടതാണ്. അപ്പോൾ ഈ ശേഷികൾ എന്നുള്ളത് ഒരു സെറ്റ് ഓഫ് ശേഷികളുടെ ഈ ജീവിയുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ധർമ്മം എന്താണോ, പർപ്പസ് എന്താണോ, അതിനനുസരിച്ചാണ് ആ ഫാക്കൽറ്റികൾ ഉണ്ടായിരിക്കുക. അപ്പോ അതിനനുസരിച്ചുള്ള ഫാക്കൽറ്റികൾ എന്ന് പറയുമ്പോൾ ബേസിക് ഫാക്കൽറ്റികൾ അവിടെ ഉണ്ടാവും. ഇപ്പോ ഉദാഹരണത്തിന് കാണാനുള്ള ശേഷി, കേൾക്കാനുള്ള ശേഷി എന്ന് പറഞ്ഞ അടിസ്ഥാന ശേഷികൾ അതിനകത്തുണ്ടാവും. അതുകൂടാതെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത്, ഇപ്പോ പ്രകൃതിയോടുള്ള താല്പര്യം, അല്ലെങ്കിൽ കൃഷിയോടുള്ള താല്പര്യം, അല്ലെങ്കിൽ ആട്ടിനോടുള്ള താല്പര്യം, ഈ താല്പര്യത്തിന്റെ രൂപത്തിൽ പ്രത്യേക ധർമ്മങ്ങളെയും കൂടെ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് അനുകൂല പശ്ചാത്തലം വന്നാൽ മാത്രമേ അത് വെളിയിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എടുക്കാൻ തോന്നുകയുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഇപ്പൊ കാണാനുള്ളത്, കേൾക്കാനുള്ളത്, കൈകൊണ്ട് കൈകാര്യം ചെയ്യാനുള്ളത് എല്ലാം നമ്മുടെ ജീവിത ചുറ്റുപാടിൽ നിന്നും നമുക്ക് കിട്ടും. അപ്പോ ഈ ഫാക്കൽറ്റികൾ എന്തുമായിട്ട് ഇടപെടുന്നോ ആ ഇടപെടുന്നതിനനുസരിച്ച് ഈ വ്യക്തിയുടെ രൂപപരിണാമം ഉണ്ടാവും, വ്യക്തിത്വം തന്നെ രൂപപ്പെടും. അപ്പൊ സാധാരണ രീതിയിൽ കാട്ടിൽ ജനിക്കുന്ന ഒരു ജീവി കാട്ടിലെ ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് പാകപ്പെടുകയാണ് ചെയ്യുക. നാട്ടിൽ ജനിക്കുന്ന ജീവി നാട്ടിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച്, നാട്ടു സംസ്കാരത്തിനനുസരിച്ചാണ് പാകപ്പെടുക. എന്നാൽ നഗരത്തിൽ ആധുനിക വിദ്യാഭ്യാസത്തിൽ ജീവിക്കുന്ന ഒരാൾ അതനുസരിച്ച് പാകപ്പെടുക എന്നുള്ളതിനും അപ്പുറത്തേക്ക് നമ്മൾ സ്കൂളിലേക്ക് അയച്ച് വിദ്യാഭ്യാസം കൊടുത്ത് ഇൻഡസ്ട്രിയൽ സമൂഹത്തിന്റെ, കൺസ്യൂമറിസ്റ്റിക് സമൂഹത്തിന്റെ, അതോറിറ്റേറിയൻ സമൂഹത്തിന് പാകത്തിൽ അവരുടെ തൊഴിൽ ചെയ്ത് അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്ത് അവർ അതിൽ നിന്നും ചെറിയ തുക വാങ്ങിച്ച് അത് കടയിൽ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക്, ജീവിതത്തിന്റെ സ്വാശ്രയത്വം എന്നുള്ളൊരവസ്ഥ വിടുന്നൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ഒരു ഒന്നിലധികം നൂറ്റാണ്ടുകളായിട്ട് അത് പ്രബലമായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വധർമ്മത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും അറിയാറേയില്ല. ഈ ആത്മയാനത്തിന്റെ യാത്രയിൽ നമ്മൾ ഇവിടെ അന്വേഷിക്കുന്നത് അവനവനെ കുറിച്ചാണ്, അവനവന്റെ ധർമ്മത്തെക്കുറിച്ചാണ്, അവനവന്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചാണ്. അവിടെ ഈ ആധുനിക വിദ്യാഭ്യാസം നൽകിയ തൊഴിൽ മാത്ര അല്ലെങ്കിൽ വരുമാന മാത്ര ജീവിതം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ജീവിതത്തെ ആർജിക്കാനായിട്ട് നേടിയ പാഠങ്ങൾ അത് ജീവിതത്തിന് മതിയാകാതെ പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങളിൽ പലരും ഇവിടെ വന്നിരിക്കുന്നത് പോലും. അപ്പോ നമ്മൾ അക്കാഡമിയിൽ നിന്നും, സ്കൂളിൽ നിന്നും, കോളേജിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ പരിചയപ്പെടുത്തുന്നില്ല, പകരം നമ്മുടെ ജീവിതത്തെ അവരുടെ സിസ്റ്റവുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളതിനാണ് പരിശീലനം തരുന്നത്. ഇത് മറ്റൊരു വഴിയുണ്ടെന്ന് അറിയാത്ത ആളുകളെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമല്ല. പക്ഷെ മറ്റൊരു വഴി ഉണ്ടെന്ന് അറിഞ്ഞില്ലെങ്കിൽ പോലും പ്രശ്നമല്ലെങ്കിലും അവർ അസ്വസ്ഥതകൾ അനുഭവിക്കും. അത് ജീവിതത്തിന്റെ അസ്വസ്ഥത എന്നുള്ള രീതിയിലാണ് എടുക്കുക. തന്റെ ശരീരവും ജീവനും ജീവിതവും എല്ലാം എന്തിനു വേണ്ടി രൂപപ്പെട്ടിട്ടുണ്ടോ അതിനോട് പൊരുത്തപ്പെടാതെ നിൽക്കുന്നത് കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് എന്നുള്ള പലപ്പോഴും അറിയില്ല. ഇതിന്റെ മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും സ്വജീവിതത്തെ കൈകാര്യം ചെയ്യാനുള്ള പലതും
നമുക്ക് അറിയാതെ പോകും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഭക്ഷണം എന്നുള്ളൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഭക്ഷണം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് എന്നുവെച്ചാൽ വെച്ചുണ്ടാക്കുന്ന അടുപ്പത്ത് വെച്ചുണ്ടാക്കുന്നതല്ല പറയുന്നത്. ഭക്ഷണം എങ്ങനെയാണ് റൈസ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിക്കണമെങ്കിൽ +2 മറ്റേ ഹോർട്ടിക്കൾച്ചറിന് വല്ലതും പോയിട്ട് പിന്നെ BSc അഗ്രികൾച്ചറൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പാഠപുസ്തകത്തിൽ നിന്ന് പഠിക്കും. അല്ലാതെ ഒരു പാഠം നമ്മുടെ സ്കൂൾ ക്ലാസ്സുകളിലൊന്നും പഠിക്കുന്നില്ല. വല്ല ഫാമിംഗ് ക്ലബ്ബോ ഒക്കെ ഉള്ള സ്കൂളുകളിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്തെങ്കിലും ഇന്ററാക്ഷൻ ഉണ്ടാവും. പക്ഷെ ആ സ്കൂളിലെ 10-20 കുട്ടികൾക്കാണ് അത് കിട്ടുക, ബാക്കിയുള്ളവർക്ക് ഇത് കിട്ടില്ല. ഇപ്പോ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ, സ്വയം ആരോഗ്യത്തെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ശേഷി അത് നമുക്ക് ആർജിക്കില്ല. കാരണം നമ്മൾ ആരോഗ്യത്തെ കുറിച്ച് പഠിക്കുന്നില്ല. ഈ അതോറിറ്റേറിയൻസ് അവരുടെ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ കുറെ പാഠങ്ങളിലൂടെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളെ കൊണ്ടുപോയി കഴിയുമ്പോൾ ആരോഗ്യം എന്നുള്ളത് സംരക്ഷിക്കാൻ നമുക്കറിയില്ല. പകരം രോഗം വന്നാൽ ആശുപത്രിയിലേക്ക് ഓടണമെന്ന് നമുക്കറിയാം. ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു ഇൻഷുറൻസ് കവറേജ് സംവിധാനം എടുക്കണമെന്ന് നമുക്ക് പ്രായപൂർത്തിയാകുന്ന സമയത്ത് മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കും, നമ്മൾ അതിലേക്ക് പോകും. ഇതുപോലെ ഭക്ഷണമോ ആരോഗ്യമോ ബന്ധങ്ങളോ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യം. പിന്നെ ഇവിടെ നമ്മൾ ജീവിക്കുന്നത് പണമുള്ള ഒരു സമൂഹത്തിലാണ്, പണത്തെ കൈകാര്യം ചെയ്യുന്ന, പണത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ്. ഈ പണം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് നമ്മൾ അറിയുന്നുണ്ടോ? അപ്പോ ഈ ധനവിനിമയ സാക്ഷരത നമുക്കില്ല. നിയമസാക്ഷരതയുണ്ടോ? നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്ന ഇവിടുത്തെ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ നിയമങ്ങളെ കുറിച്ച് നമുക്കറിയാമോ? അറിയില്ല. അപ്പോ നമ്മള് ജീവിതവുമായി ബന്ധപ്പെടുന്ന ഒരു കാര്യവും നമുക്ക് അറിയില്ല. പകരം അവയെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ എക്സ്പേർട്സിന്റെ അടുത്തേക്ക് പോകണം. ആ എക്സ്പേർട്സിന് ഈ അതോറിറ്റേറിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് അവിടെ ഒരുക്കിയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവരിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാം, അവർക്ക് പൈസ കൊടുത്താൽ അത് കിട്ടും. അപ്പൊ നമ്മുടെ പൈസ അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതല്ലാതെ ജീവിതത്തിന് വേണ്ടുന്ന ഒരു കാര്യവും അറിയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് സത്യത്തിൽ ഒരു സ്വയം അറിവ് ഉണ്ടാക്കുന്ന ഒരു ജീവിത ബിരുദ പദ്ധതിയിലേക്ക് നമ്മൾ ചിന്തിച്ചു പോയത്. ജീവിത പദ്ധതി ജീവിത വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുമ്പോൾ അവിടെ പഠിക്കുന്നത് ജീവിതത്തെയാണ്. ജീവിതത്തിൽ എന്ത് വേണം? ഇപ്പൊ ഉദാഹരണത്തിന് ഭക്ഷണം, അല്ലെങ്കിൽ ആരോഗ്യം, അല്ലെങ്കിൽ സമ്പത്ത്, അല്ലെങ്കിൽ അവനവന്റെ വീട്, അവനവന്റെ ബന്ധങ്ങള്, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അടിസ്ഥാന ബോധ്യം. നമ്മൾ ഇതിനെല്ലാത്തിൽ നിന്നും മാറ്റിയെടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ വികാരങ്ങള്, നമ്മുടെ തോന്നലുകള്, നമ്മുടെ തോട്ട് പ്രോസസ്, ഇതെല്ലാം ഇങ്ങനെ തുറന്നു വിട്ടിരിക്കുകയാണ്. കാരണം ഇവയ്ക്ക് അവ എന്താണെന്നോ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മൾ അറിയുന്നില്ല. ഇതറിയാതെ നമ്മൾ ജീവിതത്തിലേക്ക് പോകുന്നു. അതറിയേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, പക്ഷെ അറിയേണ്ടുന്ന കാര്യങ്ങൾ പഠിക്കുന്നില്ല. ഇത് പഠിക്കേണ്ടതാണോ? അല്ല, ജീവിതം കൊണ്ട് തെളിയേണ്ടതാണ്. ശരിയാണ്. പക്ഷെ അത് പഠിക്കാൻ പറ്റിയാലോ? നല്ല സംസ്കാരങ്ങളിൽ അത് പഠിപ്പിക്കും. നല്ല സംസ്കാരങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിപ്പിക്കും, ഭക്ഷണം പാചകം ചെയ്യാൻ പഠിപ്പിക്കും, ഗൃഹനിർമ്മാണം പഠിപ്പിക്കും. ജീവിതത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അല്പസ്വല്പമല്ല, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയും. നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തറാപ്പറാന്ന് എഴുതലും സ്കൂളിൽ പോകലും കണക്ക് കൂട്ടാൻ പഠിക്കലുമാണല്ലോ. അതിന് പകരം ജീവിതത്തെ പഠിക്കുക എന്നുള്ളതാണ് ഈ സ്വയം വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു പരിപാടി. അവിടെ നമ്മൾ പഠിക്കേണ്ടത് ജീവിത നൈപുണ്യമാണ്. നമ്മളെങ്ങനെ ഒരു JCB ഓടിക്കണമെന്നോ പ്ലെയിൻ പറപ്പിക്കണമെന്നോ പഠിക്കുന്നതിന് പകരം, എങ്ങനെ ഒരു യുദ്ധവിമാനം പറപ്പിക്കണമെന്ന് പഠിക്കുന്നതിന് പകരം ജീവിത നൈപുണ്യമാണ് ഉണ്ടാവുന്നത്. അവനവരുടെ ജീവിതത്തിൽ ഒരു ചാലഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ചാലഞ്ചിനെ എങ്ങനെ അതിജീവിക്കണം എന്നുള്ള വൈകാരിക മാനേജ്മെന്റ് ആണ് നമ്മൾ അവിടെ പഠിക്കേണ്ടത്. നമ്മുടെ ആത്മത്തെ നമ്മൾ ആരെങ്കിലും കാണിച്ചു തരുന്ന ഒരു ആൾദൈവത്തിന്റെ പിന്നാലെ പോകുന്നതിന് പകരം അവനവന്റെ അകത്തുള്ള ആത്മത്തെ സ്വയം മനസ്സിലാക്കി അതിലേക്കുള്ള ബോധ്യത്തെ വികസിപ്പിക്കുന്ന പഠനം, ജീവിതത്തിൽ മൊത്തം പ്രാവീണ്യം നേടുന്ന ഒരു രീതി, ബോധപൂർണമായിട്ടുള്ള ഒരു ജീവിതശൈലി. ഇതാണ് ഈ ലൈഫ് ഡിഗ്രി എന്നുള്ളതിൽ നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ അക്കാഡമിക് ഡിഗ്രിയും ലൈഫ് ഡിഗ്രിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ അക്കാഡമിക് വിദ്യാഭ്യാസം അല്ലെങ്കിൽ അക്കാഡമിക് ഡിഗ്രി എന്ന് പറയുന്നത് നമുക്ക് തരുന്നത് തൊഴിൽ യോഗ്യതയാണ്. ഇവിടെ ലൈഫ് ഡിഗ്രി എന്ന് പറയുന്നത് ഒരു ജീവിത യോഗ്യതയാണ് ഉണ്ടാവുന്നത്. മറ്റേത് തൊഴിൽ കേന്ദ്രിത പഠനമാണ്, ഇത് ജീവിത കേന്ദ്രിത പഠനമാണ്. മറ്റേത് ബാഹ്യ വിജയം നേടുന്നുണ്ടോ? മുഴുവനായിട്ട് ഇല്ല. ഇപ്പൊ ധനത്തെ കൈകാര്യം ചെയ്യാൻ അറിയുന്നില്ല, അല്ലെങ്കിൽ ബന്ധങ്ങളെ കൈകാര്യം ചെയ്യാൻ അറിയുന്നില്ല, പരിസരത്തെ കൈകാര്യം ചെയ്യാൻ അറിയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ബാഹ്യ വിജയവും നേടുന്നില്ല.
അതേസമയം നമ്മൾ ലൈഫ് ഡിഗ്രി എന്ന് പറയുന്നത് ആന്തരിക വിജയമാണ് അധികം നേടുക, ആന്തരികമായിട്ടുള്ള പ്രാവീണ്യം നേടലാണ്. ആന്തരിക വിജയം നേടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ബാഹ്യ വിജയം വന്നു ചേരും. അപ്പോ ഈ പ്രധാന വ്യത്യാസം ഇതാണ്, അക്കാഡമിക് ഡിഗ്രിയും ലൈഫ് ഡിഗ്രിയും തമ്മിലുള്ള വ്യത്യാസം. ഈ ലൈഫ് ഡിഗ്രി എന്നുള്ളതിന് ഏറ്റവും പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ശരീരത്തെയും ആരോഗ്യത്തെയും ആണ്. അത് കൃഷി അതിന്റെ അനുബന്ധമായിട്ട് വരും. ശരീരത്തെ എങ്ങനെ പരിചരിക്കണം, ആരോഗ്യത്തെ എങ്ങനെ പരിചരിക്കണം, അല്ലെങ്കിൽ ആരോഗ്യത്തെ എങ്ങനെ നിലനിർത്തണം എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് രോഗബോധം എന്നുള്ളതിന് പകരം നമ്മൾ ഈ അക്കാഡമിക് വിദ്യാഭ്യാസം നമുക്ക് കിട്ടിയ എന്താ, രോഗബോധമാണ്. ഇന്ന കഴിച്ചാൽ ഇന്ന രോഗം വരും, ഇന്ന കഴിച്ചാൽ ഇന്ന രോഗം വരുന്നു. അതിന് പകരം ആരോഗ്യം എന്താണ്, ജീവൻ എന്താണ്, ജീവിതം എന്താണ് എന്നുള്ള കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പതുക്കെ ആരോഗ്യബോധത്തിലേക്ക് പോകും. അപ്പോ ആരോഗ്യബോധം ഉണ്ടാവുന്ന സമയത്ത് ശരീരത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു ക്രമം വന്നു ചേരും. നമ്മൾ കാണുന്നവരെല്ലാം ജിമ്മിൽ പോയി മസിൽ പെരുപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയ്ക്ക് പോകുന്നവരും ശരീരത്തിനൊരു ക്രമം വന്നു ചേരും. ആരോഗ്യത്തെയും ഭക്ഷണത്തെയും ശരീരത്തെയും ഒക്കെ നമ്മൾ തിരിച്ചറിയുന്ന സമയത്ത് അത് കൃത്യമായിട്ടൊരു ജീവിത താളത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ഇത് മറ്റൊരാൾ ചെയ്യേണ്ടതല്ല. എന്റെ ശരീരത്തിന് എന്ത് കേടുപാട് വന്നു കഴിഞ്ഞാലും എന്ത് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഇത് മറ്റൊരാൾ ചെയ്യേണ്ടതാണെന്നുള്ളതിന് പകരം സ്വയം പരിപാലിക്കാനുള്ള ഒരു ശേഷി എനിക്ക് മനസ്സിലാക്കും. ആരോഗ്യമുള്ള ശീലങ്ങളിലേക്ക് നമ്മൾ എത്തും. ഇത് ആരോഗ്യത്തെ കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ മനസ്സിനെയും സ്വഭാവത്തെയും നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അപ്പോ ഈ നമുക്ക് ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിന് ചില വിദ്യാലയങ്ങളുടെ മാനേജ്മെന്റ് അതിൽ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. അവരെ നമ്മൾ ശ്ലാഘിച്ചേ പറ്റും. പക്ഷെ ബഹുഭൂരിഭാഗം വിദ്യാലയങ്ങളിലും മനസ്സിനെയോ സ്വഭാവത്തെയോ സ്വാധീനിക്കാൻ തയ്യാറാകാത്തൊരവസ്ഥയാണ്. മനസ്സിലൂടെ നമ്മൾ നൽകുന്നത് കൺസ്യൂമറിസം തന്നെയാണ്. സ്വഭാവത്തെ മാറ്റിയെടുക്കുക എന്നുള്ളത് അവര് പ്രശ്നമുണ്ടാക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ വന്നു ഇനി മയക്കുമരുന്ന് വാങ്ങിച്ചിട്ട് വല്ലവരുടെയും പോയി കിടക്കരുത് എന്നുള്ള രീതിയിലുള്ള റെസ്ട്രിക്ഷൻ വെക്കലാണ് ടീച്ചേഴ്സും PTA ഒക്കെ ചെയ്യുക. യൂണിവേഴ്സിറ്റികളിൽ അതിലും കൂടുതലാണ്. അപ്പോ നമ്മൾ ലൈഫ് ഡിഗ്രിയിലൂടെയാണ് പോകുന്ന എന്ന് പറയുന്ന സമയത്ത് ഈ മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കുകയും മനസ്സിന്റെ ഒരു വ്യക്തത വരികയും ചെയ്യും. സ്വഭാവം എന്ന് വെച്ചാൽ സ്വഭാവമാണ്, സ്വയമേവമുള്ള ഭാവമാണ്. ഇത് ഉചിതമായ രീതിയിൽ വികസിക്കും. വികാരങ്ങളെ നമ്മൾ സപ്രസ് ചെയ്യുന്നതിന് പകരം, നമ്മളത് വികാരങ്ങൾ ഉണ്ട് എന്നുള്ളത് മുൻപോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്നതിന് പകരം നമ്മൾ വികാരത്തിന്റെ കാര്യത്തിൽ ഒരു പാകത്തിലേക്ക് വരും. വൈകാരിക സൗന്ദര്യം എന്നുള്ള അവസ്ഥയിലേക്ക് വരും. ആത്മബോധം ഉണ്ടാവും. എന്തിനോടും പ്രതികരിക്കുന്നതിന്റെ രീതിയിൽ ഒരു പക്വത വരും. ഇത് സമ്പത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ വിഭവങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി, വിഭവങ്ങളെ കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൽ ബന്ധങ്ങളും വരും. അപ്പോ ബന്ധങ്ങളുടെ ഒരു കൈകാര്യ ക്ഷമത നമുക്കുണ്ടാവും. ഇപ്പോ നമ്മുടെ ഇണയുമായിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ അയൽക്കാരനുമായിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ മേലുദ്യോഗസ്ഥരുമായിട്ടാണ് ഈ ബന്ധങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധ്യം വരും. ബന്ധം എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യരായിട്ട് മാത്രമല്ല ബന്ധപ്പെടുന്നത്, മറ്റു റിസോഴ്സുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ആ ബന്ധങ്ങളുമായിട്ട് നേരിട്ട് എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ബോധ്യം വരും. സമ്പത്ത് രംഗത്ത് കൃത്യമായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി വരും. ആ സാഹചര്യത്തിന്റെ കൈകാര്യം ചെയ്യാനുള്ള ശേഷി വന്നു ചേരും. ഇങ്ങനെ പോയാൽ മാത്രമാണ് ജീവിതത്തെ സമതുലിതമായി കൊണ്ടുപോകാൻ പറ്റുക. അതല്ലാതെ അക്കാഡമിക് ഡിഗ്രിയുടെ വഴിയിൽ പോയിട്ടുണ്ടെങ്കിൽ അവർ ഇതിനെല്ലാം നമ്മളെല്ലാം ഇങ്ങനെ എലിവേറ്റ് ചെയ്ത് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ ജീവിതമാണ്. അപ്പൊ അതിന് വേണ്ടത് ജീവിത ബിരുദം പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജീവിത പ്രാവീണ്യം, ആത്മപരിഷ്കരണം, പിന്നെ സമഗ്രമായിട്ടുള്ള വളർച്ച, ബോധപൂർണമായിട്ടുള്ള തീരുമാനങ്ങൾ, ജീവിതത്തിന്റെ സ്കിൽസ് ഡെവലപ്മെന്റ് തുടങ്ങിയ ഒരു നിര കാര്യങ്ങളിലാണ് ഈ ലൈഫ് ഡിഗ്രി എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എവിടെയും താഴെ പോകേണ്ട കാര്യമില്ല. അപ്പോൾ അത്തരം വിഷയങ്ങളാണ് ഈ ജീവിത സർവകലാശാല അല്ലെങ്കിൽ ജീവിത ബിരുദം എന്നുള്ള രീതിയിൽ നമ്മൾ മുൻപോട്ട് വയ്ക്കുന്നത്. ഇനി അത് നിങ്ങൾക്ക് സാധൂകരിക്കാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു വഴി വന്നതിന് ശേഷം നിങ്ങൾക്ക് അത് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് അക്കാഡമിക് എഡ്യൂക്കേഷൻ കിട്ടിയ കാര്യങ്ങൾ നിങ്ങൾ എത്രത്തോളം തുളച്ചിട്ടുണ്ടെന്നൊരു പരിശോധനയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കൂടാം ഇതിന്റെ തുടർച്ചയ്ക്കായിട്ട്. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.